നമ്മളിപ്പോൾ ഉള്ളത് ഇന്ദിര കോളേജിലാണ്. ഇത് അലൈഡ് ഹെൽത്ത് സയൻസ്, BS നഴ്സിംഗ്, BPT കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർക്ക് തന്നെ ഹോസ്പിറ്റൽ ഉണ്ട്, ഇവർ ഓൺ ഹോസ്പിറ്റലാണ്. ഇന്ദിര ഹോസ്പിറ്റൽ, കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹോസ്പിറ്റലാണ്. നമുക്കിനി ഈ കോളേജിലെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. നമുക്കിനി സ്റ്റുഡൻസിനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. ഇവരെല്ലാം ഇന്ദിരയുടെ GNM സ്റ്റുഡൻസ് ആണ്. ഹായ്, എങ്ങനെയുണ്ട് കോളേജിൻ്റെ ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ക്ലിനിക്കൽ ട്രെയിനിങ് ഒക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. പുറത്ത് ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോകാറുണ്ടോ? ഏത് ഹോസ്പിറ്റലാ? ഗവൺമെന്റ് ഹോസ്പിറ്റലാ അല്ലേ? അവിടെ പോകുന്നോണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? അവിടെ പേഷ്യൻസ് ഉണ്ട്, ടൈപ്പ് ഓഫ് ഡിസീസ് നല്ല ഇതിൽ കിട്ടും, പഠിക്കാൻ പറ്റും. ഓക്കെ. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്? നമ്മുടെ കോളേജിൽ കൂടുതൽ മലയാളി ഫാക്കൽറ്റീസ് ഉണ്ടോ? മിക്സ് ആണോ? ഓക്കെ. നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ വന്നപ്പോൾ? ഇല്ല. നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കുന്നതുകൊണ്ട് പ്രയോജനം. ഇപ്പം കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളും നിങ്ങളും തമ്മിലുള്ള നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത്? അവിടെ നമ്മൾ മലയാളത്തിൽ തന്നെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആവുമ്പം കന്നഡയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവും അല്ലേ? നമ്മൾ +2 വരെ പഠിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നല്ലോ. അപ്പോൾ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവുന്നുണ്ട്. ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ്സസ് എല്ലാം വരുന്നത്. ഓക്കെ. ഹോസ്റ്റലിൽ നിൽക്കുന്ന ആരൊക്കെയാ? ഇവരുണ്ട്. ഓക്കെ. ഹോസ്റ്റൽ നിങ്ങൾ പുറത്താണോ നിൽക്കുന്നത്? ലോക്കലേറ്റ്സ്. മലയാളി സ്റ്റുഡൻസിന് ഹോസ്റ്റൽ കമ്പൽസറിയാ? കമ്പൽസറി ആണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഹോസ്റ്റലിലെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നമ്മൾ അഡ്ജസ്റ്റബിൾ ആയാലേ പറ്റൂ. അതെ. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് അത്യാവശ്യം ഓക്കെയാണ്. ഓരോരുത്തർ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന വെച്ച് ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഫുഡ് ഓക്കെയാണ്. വേറെ കോളേജിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള? ചില ടൈം കഴിക്കാൻ ഫുഡ് ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ എന്നാലും ഫുഡൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. ഓക്കെ അല്ലേ? കേരളത്തിലെ ഫുഡ് ഇവിടെ കിട്ടത്തില്ലല്ലോ അല്ലേ? ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാണ് നിങ്ങളുടെ നാട്? ആലപ്പുഴ. രണ്ടുപേരും ആലപ്പുഴ. കാലിക്കട്ട്. ഓക്കെ. ബോയ്സ് ഹോസ്റ്റലുണ്ടോ? ബോയ്സ് പുറത്താണ് നിൽക്കുന്നത്. ബോയ്സിന് ഇവിടെ ഹോസ്റ്റൽ ഇല്ല അല്ലേ? ഇവിടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന PG ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? ഹോസ്റ്റൽ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? ഞാനിവിടെ മഞ്ചേശ്വരത്ത്, അതുകൊണ്ട് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ. ഇവിടെ അല്ലാതെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഹോസ്റ്റലിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. നിൽക്കുമ്പോൾ ഫുഡ് അങ്ങനെ നിൽക്കുന്നത് നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അത് അതർവൈസ് നിങ്ങൾക്ക് കോളേജിലെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോളേജ് കുഴപ്പമില്ല. കോളേജാണ് ബെറ്റർ. നിങ്ങളെ സംബന്ധിച്ചോ? നല്ല കോളേജാണ്. ഫാക്കൽറ്റീസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കി കോളേജ് വെച്ച് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇവിടുത്തെ ക്ലാസ് റൂം മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ എക്സാം നടക്കുന്ന ടൈം ആയതുകൊണ്ട് ഇവിടുത്തെ ലാബ് ഒന്നും നമുക്ക് അലൗഡ് അല്ലായിരുന്നുണ്ട്. ലാബ്സ് ഒന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റൽ ഒന്ന് കാണാം. കോളേജിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇന്ദിര ഹോസ്പിറ്റലുണ്ട്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. 25 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണിത്. ഈ ഹോസ്പിറ്റലിൽ റേഡിയോളജി, അൾട്രാസൗണ്ട്, ഡയാലിസിസ് യൂണിറ്റ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങി BPT, അലൈഡ് ഹെൽത്ത് സയൻസ്, നഴ്സിംഗ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ശരിക്കും എനിക്ക് കോളേജിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഹോസ്പിറ്റലാണ്. നമ്മൾ കോളേജെല്ലാം വിസിറ്റ് ചെയ്തു, ഹോസ്പിറ്റൽ കണ്ടു, എല്ലാ ഫെസിലിറ്റീസും കണ്ടു. പിന്നെ നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ അഡ്മിഷൻ ചെയ്ത സ്റ്റുഡൻസും ഓൾറെഡി ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസുമായിട്ടൊക്കെ സംസാരിച്ച് ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോളേജിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കറന്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസ്, BPT, BS നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, അങ്ങനെ ധാരാളം കോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോളേജിനെ കുറിച്ചും ഈ കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, ഫീസ് സ്ട്രക്ചർ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.